വെൽക്കം ടു മല്ലു ക്യൂളർ. ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ മിഡ്ഫീൽഡിനെ കുറിച്ചാണ്, ബാഴ്സൻ്റെ മിഡ്ഫീൽഡിനെ കുറിച്ച്. ബാഴ്സൻ്റെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡാണ്. കഴിഞ്ഞ സീസണിലും അത് അങ്ങനെ ആയിരുന്നു. ഈ ഒരു സീസണിൽ പരിക്ക് കയറി വിളയാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡ് ലൈനപ്പ് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിന് മുന്നേ പറയാനുള്ളത്, നമ്മൾ ഈ അടുത്ത് കുറച്ച് കൺസേണിംഗ് ആയിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അത് മിഡ്ഫീൽഡിലെ സെയിൽസിനെ കുറിച്ചാണ്. കെസാഡോ പോവും അല്ലെങ്കിൽ ഫെർമി പോകും എന്നുള്ള ന്യൂസസ് പല സമയത്തായിട്ട് പുറത്തു വന്നു. പക്ഷെ പോവാതിരിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, ഫെർമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊരു റയർ പ്രൊഫൈലാണ്. ലാമാസിയിൽ നിന്ന് എപ്പോഴും വരുന്ന തരത്തിലുള്ള ഒരു മിഡ്ഫീൽഡ് പ്രൊഫൈലല്ല നമ്മുടെ ഫെർമിൻ ലോപ്പസ് എന്ന് പറയുന്നത്. ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മിഡ്ഫീൽഡർമാരൊന്നും പൊതുവെ ലാമാസിയിൽ നമ്മൾ കാണാറില്ല. പിന്നെ കെസാഡോ എന്ന് പറയുന്നത് മാസീവ് ഇമ്പ്രൂവ്മെന്റ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു നമ്പർ 6 ആണ്. മാസീവ് ഇമ്പ്രൂവ്മെന്റ് കളിച്ച സമയത്ത് കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അപ്പോൾ അവിടെ ഫ്രാങ്കിക്ക് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രാങ്കിക്ക് റെസ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഫ്രാങ്കിനെ അവിടെ ലോങ് ടേമിൽ റിപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ മാർക്ക് കെസാഡോ. സോ കെസാഡോനെ വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അബദ്ധമായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കേട്ട വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെസാഡോക്ക് പോകാൻ താല്പര്യമില്ല, ഫെർമിക്ക് പോകാൻ താല്പര്യമില്ല. ഇനി ക്ലബ്ബ് പുഷ് ചെയ്താലൊക്കെയാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇവർ പുഷ് ചെയ്യണം. അപ്പോൾ ഒരു ഭീകര പുഷില്ലാതെ ഈ ഒരു സെയിലൊന്നും നടക്കൂല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഫെർമി എന്ന് പറയുന്നത് വിറ്റ് കഴിഞ്ഞാൽ 10-60-70 മില്യൺ കിട്ടുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ പിന്നെ റിഗ്രറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഫെർമിനെ പോലത്തെ ഒരു മനുഷ്യനെ വിറ്റ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതാണ്, സെയിൽ നടക്കൂല എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി നേരെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്രാങ്കിന്ന് തുടങ്ങാം. ഫ്രാങ്കിന്ന് തുടങ്ങുകയാണെങ്കിൽ ഫ്രാങ്കിനെ കുറിച്ച് അറിയാലോ. ഫ്രാങ്കി ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുള്ള പ്ലെയറാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഇരുന്നിട്ട് തന്നെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിൽ ഒരു സെക്കൻഡ് ഹാഫിൽ ആളെടുത്തിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്, അത് ടോപ്പ് ക്ലാസ് ആണ്. നല്ല മെച്യൂർഡ് പെർഫോമൻസ് ആണ് ആൾ പുറത്തെടുത്തിട്ടുള്ളത്. നമ്മൾ എന്താണോ ഫ്രാങ്കിന്ന് പൊതുവെ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ ഡെലിവർ ചെയ്യാൻ ഫ്രാങ്കി ഡിയോങ്ങിന് പറ്റിയിട്ടുണ്ട്. അതാണ് സത്യം. അപ്പം അതുവരെ ആളുടെ വിമർശകരായിരുന്ന ഞാൻ അടക്കമുള്ളവരെ ആള് തിരുത്തി പറയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഒരു പ്രോപ്പർ മെൻറ്റാലിറ്റിയുള്ള ഒരു പ്ലെയറുടെ ക്വാളിറ്റി എന്നുള്ളത്. ഫ്രാങ്കി അത് ചെയ്തു, ആൻഡ് ഹി ഡിസേർവ്സ് ദ ക്രെഡിറ്റ്സ്. ഓക്കെ, ആളങ്ങനെ മാറ്റിയെടുക്കുന്നതിൽ ഹാൻസി ഫ്ലിക്കിനും കാര്യമായിട്ടുള്ള പങ്കുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിലും നമ്മുടെ മിഡ്ഫീൽഡിൽ ഒരു കീ ഫിഗർ ആയിരിക്കും നമ്മുടെ ഫ്രാങ്കി ഡിയോങ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്റ്റാർട്ടറിനായിരിക്കും ഫ്രാങ്കി ഡിയോങ്. പിന്നെ പറയേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ കെസാഡോനെ കുറിച്ചാണ്. കെസാഡോ 21 years old ആണ്. എന്താ പറയുക, ആള് സൂപ്പറാണ്. യങ് ആണെങ്കിൽ പോലും കഴിഞ്ഞ സീസണിൽ പതുക്കെ തുടങ്ങി ഓരോ മാച്ച് കഴിയുമ്പോഴേക്കും ഇമ്പ്രൂവ് ആയി സെറ്റപ്പായി വന്നൊരു പ്ലെയറാണ്. അപ്പോഴാണ് ആൾക്ക് സീരിയസ് ഇഞ്ചുറി കാര്യങ്ങൾ പറ്റുന്നത്. പിന്നെ ഫ്രാങ്കി തിരിച്ചു വന്നതും ആൾക്കൊരു തിരിച്ചടി ആയിട്ടുണ്ട്. പക്ഷെ ആൾ ബെഞ്ചിൽ നിന്നിട്ട് തൻ്റെ ആ ഒരു സ്പോട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് സീസണിൽ നമ്മുടെ ടീമിൻ്റെ ഒരു കീ ഫിഗറാണ് കെസാഡോ എന്ന് പറയുന്നത്. കാരണം ലോങ് സീസണാണ്, എല്ലാ മാച്ചൊന്നും ഫ്രാങ്കിക്ക് കളിക്കാൻ വേണ്ടി കഴിയൂല. അപ്പോൾ പ്രോപ്പറായിട്ട് ഫ്രാങ്കിനെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് കെസാഡോ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്രാങ്കിൻ്റെ അതേ ക്വാളിറ്റീസ് അല്ല ഉള്ളത്, ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആണ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊഫൈലാണ്. പക്ഷേ നമ്പർ 6 അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയറാണ്. അതായത് ഇപ്പോൾ ആൾക്ക് ഫ്രാങ്കിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റീസ് ഒന്നുമില്ല, അതായത് ഫ്രാങ്കിനെ പോലെ പാസ് ചെയ്യുക, ഫ്രാങ്കിനെ പോലെ ടേൺ ചെയ്തൊന്നുമില്ല. പക്ഷെ ആൾ അത്യാവശ്യം വൃത്തിക്ക് ടെക്നിക്കൽ ക്വാളിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ ഡിഫെൻസീവിൽ നല്ല കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്ന പ്ലെയറാണ്. ഇപ്പം നമ്മൾ 2 ഗോളിനൊക്കെ ലീഡ് എടുത്തിട്ട് ഫ്രാങ്കിനെ ഒരു 70-ാം മിനിറ്റിൽ പിൻവലിച്ചിട്ട് പിന്നെ കെസാഡോനെ ഇറക്കി കഴിഞ്ഞാൽ നമുക്കത് തരാൻ പോകുന്ന ഒരു ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് കെസാഡോനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയേണ്ടത് നമ്മുടെ ഗാവിക്കുട്ടനെ കുറിച്ചാണ്. ഗാവിക്ക് ഒരു ACL ഇഞ്ചുറി വന്നു. നമ്മുടെയൊക്കെ ഹൃദയം തകർന്നൊരു ദിവസമാണത്. പിന്നീട് ഗാവി തിരിച്ചു വന്ന് ഗാവിനെ നോക്കുകയാണെങ്കിൽ പഴയൊരു ഗാവിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് മിക്കവാറും നമുക്ക് നെക്സ്റ്റ് സീസണിൽ കിട്ടും. ഇപ്പോൾ പ്രീ സീസൺ ഞാൻ മാച്ച് കണ്ടിട്ടില്ല കേട്ടോ, എനിക്ക് കാണാൻ സമയമില്ല, കുറച്ച് തിരക്കില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഗാവി സൂപ്പർ ഗോളൊക്കെ അടിച്ചു. ആ ഗോളൊക്കെ കിടിലൻ ഗോളാണ്. ടേൺ പ്ലസ് ഗോൾ എന്നൊക്കെ പറയുന്നത് സൂപ്പർ സാധനമാണ്. അപ്പം പഴയ ഗാവിൻ്റെ ഒരു ഗ്ലിംസ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗാവി ഈ ഒരു സീസണിൽ പഴയ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ കണ്ട് ശീലിച്ച ആ ഒരു ഗാവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് തകർക്കും.
ഗാവി ആയിക്കഴിഞ്ഞാൽ അവിടെ മിഡ്ഫീൽഡിൽ നടക്കാൻ പോകുന്നൊരു ഫൈറ്റ് ഉണ്ട് ആ സ്പോട്ടിന് വേണ്ടിയിട്ട്. അതൊരു ഒന്നൊന്നര ഫൈറ്റ് ആയിരിക്കും. ഗാവിയായിട്ട് തിരിച്ചു വരട്ടെ, അത് കാണാൻ കട്ടക്ക് വെയിറ്റിംഗ് ആണ്. എന്തായാലും ഹാൻസി ഫ്ലിക്കിൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ് ഗാവി. ലോകത്ത് ഏതൊരു മാനേജറിനും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫൈലാണ് ഗാവി. ഇപ്പോൾ ഫാൻസിനും ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇപ്പോൾ ഫാൻസ് ആഗ്രഹിക്കുന്നതൊക്കെ ഗ്രൗണ്ടിൽ കാട്ടിക്കൂട്ടുന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു അഗ്രസീവ്നെസ് അതൊക്കെ ഈ ചങ്ങായിലുണ്ട്. അപ്പോൾ ഗാവി ഈ ഒരു സീസണിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യട്ടെ. ഗാവി ഷൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തകർക്കും എന്തായാലും. കാരണം മറ്റൊരു പ്ലെയറിനും പോലെയല്ല, ഗാവി ഒന്ന് കത്തി കാണാൻ ഫാൻസിന് അത്രയും ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ ആ ഇഞ്ചുറിക്ക് ശേഷം ഗാവി ഒന്ന് മങ്ങിപ്പോയത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. സോ പഴയ ഗാവി ആയിക്കഴിഞ്ഞാൽ അത് ഫാൻസിന് തരാൻ വേണ്ടി പോകുന്ന കിക്ക് ഉണ്ടല്ലോ, അത് ഡിഫറൻ്റ് ആണ്. അത് ഈ ഒരു സീസണിൽ കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത് ആരെക്കുറിച്ചാണ്? നമ്മുടെ പെഡ്രിനെ കുറിച്ചാണ്. പെഡ്രി ഗോൺസാലസ് ദ മജീഷ്യൻ. കഴിഞ്ഞ സീസണിൽ ബാഴ്സൻ്റെ മാച്ചസൊക്കെ മിഡ്ഫീൽഡിൽ നിന്ന് കൺട്രോൾ ചെയ്തിട്ട് ഓപ്പണൻസിനെ പപ്പടം പോലെ പൊടിച്ച് കളഞ്ഞ മനുഷ്യനാണ് ഗാവി എന്ന് പറയുന്നത്. ബിഗ് മാച്ചിലൊക്കെ നല്ല പെർഫോമൻസ് ആണ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്പെയിനിന് വേണ്ടിയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ അവിടെയും ആൾ ഭയങ്കര മികച്ച പെർഫോമൻസ് ആണ് പുറത്തെടുത്തിട്ടുള്ളത്. അല്ല, അഫ്ലുവിൻ്റെ ഫൈനൽ ഒരു കാര്യമില്ലാതെ പിൻവലിച്ചാണ്. നിലവിൽ വേൾഡിലെ ബെസ്റ്റ് ക്രിയേറ്റീവ് മിഡ്ഫീൽഡറാണ്. സീസണിൽ നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയറും കൂടാണ് ഗാവി. പെഡ്രി മാറിപ്പോയതാണ്. അപ്പോൾ പെഡ്രിൻ്റെ നെക്സ്റ്റ് സീസണിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗ് ടീമിനെ നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി ആൾ ഫൈറ്റ് ചെയ്യും, 100% കൊടുക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പെഡ്രിക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിലൊക്കെ റെസ്റ്റ് കിട്ടാതെ കളിച്ച് വലഞ്ഞ പ്ലെയറാണ് പെഡ്രി. അപ്പം പെഡ്രിക്ക് പ്രോപ്പർ റെസ്റ്റ് നമ്മൾ കൊടുക്കുക. അതാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും ആൾ ബേൺ ഔട്ടായി പോകുന്ന സിറ്റുവേഷൻ വരും. ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്രൂഷ്യൽ മാച്ചൊക്കെ വരുന്ന സമയത്ത് ആൾക്ക് വല്ല ഇഞ്ചുറിയോ അല്ലെങ്കിൽ ആൾ ഫിസിക്കലി ഫിറ്റ് ആവാത്തൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും. സോ ആളെ പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പിന്നുള്ളത് ഫെർമിയാണ്. ഫെർമി ഞാൻ പറഞ്ഞല്ലോ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊഫൈലാണ്. ഇപ്പോൾ നമുക്കൊരു സൂപ്പർ സബായിട്ട് പക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു പ്ലെയറാണ്. സോ ഫെർമി നെക്സ്റ്റ് സീസണിൽ ഒരു സൂപ്പർ സബിൻ്റെ റോള് ഹാൻഡിൽ ചെയ്യുന്നത് കാണാൻ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഓൽമോനെ ഫെർമി റീപ്ലേസ് ചെയ്ത് കാണാനും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നുള്ളത് ഓൽമോ ആണ്. ഓൽമോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൽമോ ഈസ് എ ടോപ്പ് പ്ലെയർ. ഓൽമോൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടില്ല. ചില മാച്ചിൽ കണ്ടെങ്കിൽ പോലും ഞാൻ മുന്നേ എനിക്ക് തോന്നുന്നു ഫുട്ബോൾ ആൽക്കമിസ്റ്റിലാണ് ഇവിടെയാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞുള്ളൊരു കാര്യമാണ്. അതായത് ഓൽമോൻ്റെ ബെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് നല്ല ബൂസ്റ്റ് കിട്ടും എന്നുള്ളത്. പക്ഷെ നമുക്ക് കിട്ടിയില്ല. ഇൻ്റർനാഷണൽ മാച്ചിൽ ഒന്നും നമുക്ക് ഓൽമോൻ്റെ സൈഡിൽ നിന്നൊരു ബൂസ്റ്റും കിട്ടിയില്ല. സോ ഓൽമോൻ്റെ ആ ഒരു ബെസ്റ്റ് വേർഷനാണ് നെക്സ്റ്റ് സീസണിൽ ചാമ്പ്യൻസ് ലീഗിലേക്കൊക്കെ വരുന്ന സമയത്ത് കാണേണ്ടത്. ഓൽമോ ബെസ്റ്റ് ഫോമിൽ കളിക്കുകയാണെങ്കിൽ അവർ മിഡ്ഫീൽഡ് ഈസ് ടു ഡേഞ്ചറസ്. പെഡ്രി പ്ലസ് ഓൽമോൻ്റെ ബെസ്റ്റിൽ കളിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഏത് ഡിഫൻസിനും പൊളിക്കുക എന്നുള്ളതാണ്. കാരണം രണ്ടുപേരും ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. അപ്പോൾ അതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഏറെക്കുറെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്. ഞാൻ ആരും വിട്ടുപോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടത് നമ്മൾ ഓറിയൽ റൊമേൻ്റെ കോൺട്രാക്റ്റ് ഒക്കെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിഡ്ഫീൽഡിൽ കുറച്ച് ലാമാസിയക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അവർ വരും, അവരൊക്കെ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ആവും എന്നുള്ളത് കണ്ടറിയണം. അവിടെ ഫസ്റ്റ് ടീമിലുള്ള മെയിൻ പ്ലെയേഴ്സിന് തന്നെ അവിടെ കോമ്പറ്റ് ചെയ്ത് നിൽക്കാനുള്ള സ്ഥലമില്ല. അപ്പം ലാമാസിയക്കാർ എത്രത്തോളം വരും എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ടതാണ്. അപ്പോൾ ലാമാസിയൻസിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ സമയം കിട്ടുമ്പോൾ അവരെക്കുറിച്ച് നോക്കിയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.